Hello my dear children, welcome to Social Studies class. Today onwards we are going to start a next semester textbook, second semester textbook. So all of you please take it. The first chapter, means of communication. So what do you mean by communication? Communication എന്ന് പറഞ്ഞാൽ എന്താ? Communication means exchanging information by speaking, writing or using some other medium is called communication. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡിയാസ് അല്ലെങ്കിൽ ചിന്തകൾ, ഇൻഫർമേഷൻസ് ഒക്കെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്ന ആ പ്രോസസ്സാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ നമുക്ക് എഴുതി അറിയിക്കാം, നമുക്ക് പറയാം, അല്ലെങ്കിൽ ഏതൊരു സിമ്പിൾ കാണിക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഐഡിയാസ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻസ്, നമ്മുടെ അല്ല ഏതായാലും ഇൻഫർമേഷൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നു ഏതെങ്കിലും മീഡിയം ഉപയോഗിച്ച്. മീഡിയം എന്ന് പറഞ്ഞത് എഴുതി കാണിക്കാം, റൈറ്റിംഗ് ആകാം, സ്പീക്കിംഗ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും സിമ്പിളൊക്കെ കാണിച്ചിട്ടാകും. അതിനാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. The things which are used in sending or receiving messages are called means of communication. ഇനി means of communication എന്ന് പറഞ്ഞാൽ എന്താ? The things which are used in sending or receiving messages, നമ്മൾ സെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നതായിട്ടുള്ള മെസ്സേജസിന് എല്ലാം കൂടെ പറയുന്നതാണ് means of communication. So communication is broadly divided into two groups. അപ്പോൾ കമ്മ്യൂണിക്കേഷനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. Which are they? Personal communication and mass communication. Which are they? Personal communication and mass communication. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞേ? നമ്മുടെ അല്ലെങ്കിൽ ഐഡിയാസോ അല്ലെങ്കിൽ ഇൻഫർമേഷൻസോ, നമ്മുടെ ഒന്നുമില്ല ഏതാണെങ്കിലും ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നു. അത് ഏത് മീഡിയത്തിൽ വെച്ചാൽ ഒന്നുകിൽ എഴുതി അറിയിക്കാം, അല്ലെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഏതെങ്കിലും സിമ്പിളൊക്കെ കാണിച്ച് നമുക്ക് പറയാം. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നും മാസ് കമ്മ്യൂണിക്കേഷൻ എന്നും. അപ്പോൾ നമുക്കത് ഓരോന്നും എന്താണെന്ന് പഠിക്കാം. ഫസ്റ്റ് വൺ, പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. പോസ്റ്റൽ സർവീസ് ഒന്നാമത്തെയാണ്. ഫസ്റ്റ് വൺ ഈസ് പോസ്റ്റൽ സർവീസ്. ഈ പോസ്റ്റ് ഓഫീസ് എന്ന് എല്ലാവരും കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ പോസ്റ്റൽ സർവീസ് അതെന്താണെന്ന് നോക്കാം. പോസ്റ്റ് കാർഡ്, ഇൻലൻഡ് ലെറ്റേഴ്സ് ആൻഡ് എൻവലപ്സ് ആർ ഓൾ കോമൺ means to communicate. The postcard is the cheapest means by which we can send a message across any part of the country. Which is the cheapest postal service? Postcard. Postcard, inland letters and envelopes are sold at a post office. ഇതൊക്കെ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ് പോസ്റ്റൽ സർവീസ്. അപ്പോൾ ഈ പോസ്റ്റൽ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കത്തെഴുതാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതാണ് പോസ്റ്റൽ സർവീസ്. അപ്പം നമുക്ക് മൂന്ന് രീതിയിൽ നമുക്ക് നമ്മുടെ കത്തെഴുതാൻ പറ്റും. ഒന്ന്, പോസ്റ്റ് കാർഡ്, പോസ്റ്റ് കാർഡിൽ എഴുതാൻ പറ്റും. രണ്ട്, ഇൻലൻഡ് ലെറ്റേഴ്സിൽ എഴുതാൻ പറ്റും. മൂന്ന്, എൻവലപ്പിൽ എഴുതാൻ പറ്റും. പിന്നെ അത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. Look at the postcard above. To write a letter on a postcard, we write the address of the person to whom we want to send it below the stamp. Write the PIN code also. The PIN code is a number allotted to the post office where your letter will finally reach. It helps in delivering the letters quickly. Write your message on the back side and on the blank space on the left. ഇനി പോസ്റ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോ കാർഡാണ്. കാർഡ് പോലെ ഇരിക്കുന്ന, സ്ക്വയർ പോലെ ഇരിക്കുന്ന ഒരു കാർഡാണ് പോസ്റ്റ് കാർഡ് എന്ന് പറയുന്നത്. അതിൽ ഒരു സൈഡിൽ നമ്മുടെ അഡ്രസ്സ് എഴുതാൻ പറ്റും. ഈ പിക്ചർ കണ്ടല്ലോ, അതിൽ ഒരു സൈഡിൽ നമ്മുടെ അഡ്രസ്സ് എഴുതാൻ പറ്റും. നമ്മൾ ആർക്കാണോ അയക്കേണ്ടത്, ഇപ്പം എനിക്കിപ്പം മിക്കയ്ക്ക് ഒരു മെസ്സേജ് അയക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു കാർഡ് മേടിക്കും, പോസ്റ്റ് കാർഡ് മേടിക്കും. എന്നിട്ട് മിക്കയുടെ അഡ്രസ്സ് അതിൻ്റെ അകത്ത് എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും? ഇപ്പുറത്തെ പേജിൽ രണ്ട് വശം ഉണ്ടല്ലോ അല്ലേ, അതിൽ ഒരു സൈഡിൽ എന്താണെന്നുള്ളത് മെസ്സേജ് എഴുതും. എന്നിട്ട് നേരെ കൊണ്ട് പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് ഇടും. അവിടുന്ന് കൃത്യ അഡ്രസ്സ് നോക്കി എന്ത് ചെയ്യും? മിക്കയ്ക്ക് അത് കിട്ടും. അങ്ങനെയാണ് പോസ്റ്റ് കാർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ പിൻ നമ്പറും എഴുതും. പിൻ കോഡ് എന്ന് കേട്ടിട്ടുണ്ടോ? അതൊരു നമ്പറാണ്. അത് എല്ലാ പോസ്റ്റ് ഓഫീസിലും നമുക്ക് ആളെ എവിടെയാണ് താമസിക്കുന്നതൊക്കെ അറിയാനായിട്ട് എളുപ്പത്തിൽ കൊടുത്തേക്കുന്ന ഒരു നമ്പറാണ്. ആ നമ്പർ നമ്മൾ ഇവിടെ എഴുതും, ആ കാർഡിൽ എഴുതും. ഓക്കെ, അതാണ് പോസ്റ്റ് കാർഡ്. ഇനി സെക്കൻഡ് വൺ, ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ദ ഇൻലൻഡ് ലെറ്റർ ഗിവൺ.
On the side where a stamp of Mahatma Gandhi is printed, we write the address of the person to whom we want to send it. അപ്പം ഇൻലൻഡ് ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബ്ലൂ കളർ പോലെ ഇരിക്കുന്ന ഇച്ചിരി നീളത്തിലിരിക്കുന്ന ഒരു ലെറ്റർ, ഒരു പേപ്പറാണ്. അതിൽ ഒരു സൈഡിൽ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഒരു പിക്ചറുണ്ട്. അതിൻ്റെ താഴെ നമ്മൾ അഡ്രസ്സ് എഴുതും. ആർക്കാണോ നമുക്ക് കത്ത് എഴുതാനുള്ളത് അതിൻ്റെ അകത്ത് നമ്മുടെ അഡ്രസ്സ് എഴുതും. ആ ലൈനിൽ നമ്മൾ അഡ്രസ്സ് എഴുതും. Below it, there is a space for the sender to write his or her address. The sender will write the message on the blank space at the back. ഇനി ലെറ്ററിന്റെ ബാക്കിൽ ഒന്നും എഴുതാതെ സ്പേസ് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. അവിടെ നമുക്ക് എന്താ കത്ത് എഴുതാം. എന്നാണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച് നമുക്ക് കത്ത് എഴുതാം. നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവിടെ എഴുതാം. എന്നിട്ട് മഹാത്മാഗാന്ധിയുടെ പടമുള്ള അതിന്റെ താഴെ 2-3 ലൈൻ കിടക്കുന്നുണ്ടല്ലേ, അവിടെ ആർക്കാണോ നമുക്ക് അയക്കാനുള്ളത് അവരുടെ അഡ്രസ്സ് എഴുതണം. അപ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട്, ഈ ലെറ്റർ എഴുതുമ്പോൾ നമ്മുടെ അഡ്രസ്സും കൂടെ എഴുതണം കേട്ടോ. നമ്മുടെ അഡ്രസ്സും കൂടെ അവിടെ സൈഡിലായിട്ട് എഴുതണം. എന്നിട്ടാണ് നമ്മളത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ പോസ്റ്റ് കാർഡ്, സെക്കൻഡ് വൺ ഇൻലൻഡ് ലെറ്റർ. അതിനെന്താ പറയുന്നത്? ഇൻലൻഡ് ലെറ്റർ. The cost of an inland letter is more than that of the postcard. It has more space to write on that of a postcard. അപ്പോൾ പോസ്റ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാർഡ് മാത്രമാണ്. ഇൻലൻഡ് ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി പേപ്പർ പോലെ നീളത്തിലിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് എഴുതാൻ പറ്റും. Now look at the picture of the envelope. We write a letter on a sheet of paper, after which we put it in an envelope. We write the address of the person to whom we are sending the letter on the front side of the envelope and the sender's address at the back and then post it. അപ്പം എൻവലപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം കാണിക്കാം. ഇതിനാണ് ഈ എൻവലപ്പ് എന്ന് പറയുന്നത്. കണ്ടോ, രണ്ടെണ്ണം. ഇത് ഒരു കവറാണ്. നമുക്ക് ആർക്കെങ്കിലും ലെറ്റർ എഴുതണമെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ നമ്മൾ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്ത് വെക്കും. എന്നിട്ട് നമ്മൾ ഒട്ടിക്കും. എന്നിട്ട് അഡ്രസ്സ് ആർക്കാണോ അയക്കാനുള്ളത് അവരുടെ അഡ്രസ്സ് ഇവിടെ എഴുതും. എന്നിട്ട് നമ്മുടെ അഡ്രസ്സ് ഇവിടെ എഴുതും. എന്നിട്ടുണ്ട് പോസ്റ്റ് ചെയ്യും. അപ്പം ഇതിനാണ് ഈ എൻവലപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻ എൻവലപ്പ് ഈസ് കോസ്റ്റ്ലിയർ ദാൻ ആൻ ഇൻലൻഡ് ലെറ്റർ. ഇൻലൻഡ് ലെറ്ററിനേക്കാളും ഇച്ചിരി വില കൂടുതലാണ് എന്ത്, എൻവലപ്പിന്. In inland, the inland letter or the postcard is not used so much now. With the introduction of other quicker means of communication like the computers and the mobile phones, a faster way of sending letters and parcels is through the courier service, which are slightly more expensive. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണൊക്കെ വന്നത് കാരണം ഇപ്പോൾ നമ്മളിങ്ങനെ കത്തൊന്നും എഴുതാറില്ല, പോസ്റ്റ് കാർഡ് നമ്മളിപ്പോൾ യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ എല്ലാം മൊബൈൽ ഫോൺ വഴി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതൊക്കെ പണ്ട് നമുക്കിപ്പോൾ പറയാം പണ്ട് കാലത്ത് നടന്നുകൊണ്ടിരുന്നതാണ്. പണ്ട് കാലത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച മോഡ് ഓഫ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇത്. ഏതൊക്കെയാണ്? പോസ്റ്റ് കാർഡ്, ഇൻലൻഡ് ലെറ്റർ ആൻഡ് എൻവലപ്പ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടെലിഫോൺ. The telephone is very common in cities and towns. There are PCOs everywhere from where you can make a phone call. But you have to pay for the call. The telephone is the fastest means of communication. It is not very costly and we can talk to a person anywhere in the world at any time. ഇനി നെക്സ്റ്റ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണ്? പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ് ടെലിഫോൺ. പണ്ട് കാലത്ത് ഇപ്പം മൊബൈലിന് മുമ്പ് നമുക്ക് ടെലിഫോൺ ഉണ്ടായിരുന്നു. ഫോൺ ഓർക്കുന്നുണ്ടായിരിക്കും, ഇപ്പോഴും ചിലരുടെയൊക്കെ വീട്ടിൽ കാണും അല്ലേ ഫോൺ. അപ്പം ടൗണിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഫോൺ വിളിക്കാനായിട്ട് ഒരു ബൂത്ത് ഒക്കെ ഉണ്ടായിരുന്നു. അതിന് PCOs പ്രൈവറ്റ് കോൾ ഓഫീസ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ പൈസ ഇട്ടാൽ നമുക്ക് എങ്ങോട്ടാണെങ്കിലും നമുക്ക് വിളിക്കാൻ പറ്റും. The telephone, however, has been replaced by the mobile phone in its popularity. It has the advantage of popularity and easier access. Earlier, urgent messages were sent via a telegram, but recently this service has been stopped by the government. We can send short messages called SMS through our mobile phones. All the above mentioned means of communication are the means of personal communications. ഇനി നമുക്ക് മൊബൈൽ ഫോൺ വന്നുകൊണ്ട് ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ ടെലിഫോണ്, പോസ്റ്റ് സർവീസ് ഒക്കെ നമുക്ക് തൽക്കാലം ഇല്ല. ഇപ്പം നമ്മളധികം അത് യൂസ് ചെയ്യുന്നില്ല. അപ്പം മൊബൈൽ ഫോൺ അതിനേക്കാളും ഫാസ്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ ചെയ്തു തരാറുണ്ട്. അതുപോലെ ടെലിഗ്രാം എന്ന് പറഞ്ഞാൽ വേറൊരു കമ്മ്യൂണിക്കേഷനാണ്. അതും ഇതുപോലെ നമുക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിന് പകരം SMS അയച്ചാൽ മതി അല്ലേ, മൊബൈലിൽ SMS അയച്ചാൽ മതി എന്ന് പറയാം. അപ്പം ഇതിനാണ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പോസ്റ്റൽ സർവീസും ടെലിഫോൺ. ഓക്കെ, so that's our today's class. See you next class.